പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ കാരണം എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇവിടെ നമ്മൾ അഗ്ലോണിമയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അഗ്ലോണിമ പിന്നെ കുറച്ച് തണൽ ഇഷ്ടപ്പെടാത്ത ചെടികളാണ്, തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അതൊക്കെ നമ്മൾ വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടില്ല ഒരു ഓർക്കിഡ് പൂവുണ്ടായിരുന്നു. ഓർക്കിഡുമ്മ ഇങ്ങനെ പൂവുണ്ടാകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആകെ ഒരൊറ്റ പൂവാണ്ടായിട്ടുള്ളത്. ഓർക്കിഡ് എപ്പോഴും ഒരു കുലകോലായിട്ടാണല്ലോ ഉണ്ടാവുക. ആകെ ഒരു പൂവാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിവിടെ നമ്മുടെ ബിഗോണിയ ഉണ്ട്. പിന്നെ കുറച്ച് ചേമ്പ് അങ്ങനത്തെ ഐറ്റംസ് ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം വെയിൽ അടിക്കുമ്പോൾ അതിന് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കുക. പിന്നെ നമ്മൾ അഗ്ലോണിമകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, പല കളറുള്ള അഗ്ലോണിമ ഉണ്ട് കേട്ടോ. പ്യൂർ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഗ്രീനിൻ്റെ ഷെയ്ഡ് പല അഗ്ലോണിമ നമ്മളടുത്ത് അവൈലബിളാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് പല ഇലച്ചെടികളൊന്നും വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളാണ്. വെയിൽ കൊണ്ട് അതിൻ്റെ സ്വാഭാവിക വളർച്ച ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഈ സൈഡിൽ ഇത് വെച്ചിട്ടുള്ളത്, വെയിൽ കൊള്ളാതെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു പാമ്പ് പടം വിടർത്തി നിൽക്കണ മാതിരിയാണ് കേട്ടത്. പിന്നെ ഈ ഇതൊക്കെ ഒരു പാമ്പിൻ്റെ ഒരു രൂപമാണിത്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കത് ഇതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ചട്ടികളിലാണ് ഓർക്കിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഓർക്കിഡിന് തൈ ഉണ്ടാകും കേട്ടോ. അത് കണ്ടില്ലേ, ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിന് തൈ ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു ചെടിയാക്കിയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതും അങ്ങനെ ഒരു ചെടി ഉണ്ടായത്, പക്ഷേ വേര് വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ പുതിയ തൈകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, നമ്മൾ ഒട്ടുമിക്ക ചെടികൾക്കും തൈകളുണ്ടായിട്ടോ. ഓർക്കിഡ് തൈകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ വലിയ എക്സ്പെൻസീവുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമ്മളെ എല്ലാ ഓർക്കിഡിനും തൈകളായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പത്തനംതിട്ട ജില്ല ഓർക്കിഡുകളുണ്ട്. പിന്നെ ഇതുണ്ട്, ഈ ഒരു ചെടിക്ക് ഇതിനൊരു ഓട്ടനാണ് കേട്ടോ. ഒരു സിസിപ്ലാന്റ് ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് മറ്റ് ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഇലകളിത് ഇപ്പോൾ അത് കളറ് ഗ്രീൻ ആയതാണ് കേട്ടോ. ഇതിനൊരു വെള്ള കളറും ഇങ്ങനെ ഉണ്ടാവലുണ്ട്. ഈ ഭാഗത്ത് ഇത്തരം ചെടികളാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ബിഗോണിയ ഉണ്ട്. ഈ ബിഗോണിയമ്മ പൂവ് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് ചേമ്പ് വർഗത്തിൽപ്പെട്ട ചെടികളൊക്കെയാണ്. ഈ വെയിലിങ്ങനെ അതൊരു പുറകെ അടിച്ചുകൊണ്ട് വീഡിയോ ഒരു ഭംഗി കിട്ടണില്ല. ഇത് കണ്ടോ, നല്ല മഞ്ഞ പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. വീട്ടിൻ്റെ ഇവിടെ ഒക്കെ മഞ്ഞപ്പൂക്കൾ, നല്ല മഞ്ഞപ്പൂക്കൾ, നല്ല ഉഷാറായിട്ടുണ്ടാവണം. അതൊക്കെ ഒരു ദിവസമാണ് നിൽക്കുന്നത് ഇത് പൂവ്. പിന്നെ ഇവിടെ നമ്മളെ യൂഫോർബിയമ്മ പൂവുണ്ട് കേട്ടോ. യൂഫോർബിയ. അതുപോലെ തന്നെ നമ്മളിവിടെ വെണ്ടക്ക, പ്ലാവ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതും ഒരു ചെടിയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മളൊരു തൂക്കുചട്ടിയിലാണ് ഇതിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ആപ്പിളിൻ്റെ വിത്ത് പാകുന്നു കേട്ടോ. അത് മുളച്ച് വരികയാണ് കേട്ടോ. കണ്ടില്ല, ഒരു ഗ്രീൻ ഡോട്ട് കണ്ടില്ല, അത് ആപ്പിളിൻ്റെ വിത്താണ് അതിൽ നമ്മൾ പാകുന്നത്. അത് ഏകദേശം മുളച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറേ തൈകൾ ഇത് ഗ്ലാസ്സിലും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉഷാറായി ഉണ്ടാവുന്നുണ്ട്.
ഇവിടെ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങൻ്റെ ഇത് നമ്മൾ പച്ചക്കറീൻ്റെ കൂട്ടത്തിലുള്ള വഴുതനങ്ങയാണിത്. ഇത് പിന്നെ ഇതിന് എന്നും ഇങ്ങനെ കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നിർത്തണം എന്ന് കരുതിയിട്ട് നടന്നിട്ടില്ല. എപ്പോഴും ഇതിന്മേൽ പൂവും കായായിട്ട് ഇങ്ങനെ വരണതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള പിന്നെ വഴുതനങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മളത് ഒന്നും ചെയ്യണ്ടല്ലോ. ഇവിടെ ഇതിന്മേൽ ഓരോരോ പുഴുക്കളുണ്ട് കേട്ടോ. ഇതിന് നമ്മളെ ഈ വഴുതനങ്ങയൊക്കെ തുളച്ച് നാശമാക്കുന്ന ഒരു വണ്ട് അത് കാണിച്ചത് കണ്ടില്ലേ. ഈ ഒരു വണ്ട് വന്നാൽ പിന്നെ നമ്മൾ എല്ലാ പിന്നെ നമ്മളെ വഴുതനങ്ങയൊക്കെ അത് തിന്ന് നശിപ്പിക്കും കേട്ടോ. അപ്പോൾ കണ്ടാൽ ഞാൻ കൊല്ലലാണ്. ഈ മരുന്ന് നമ്മൾ കീടനാശിനിയൊന്നും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് പിടിച്ച് കൊല്ലുക എന്നല്ലാതെ വേറൊരു വഴി നമ്മളെ അടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് ഇത് മുളകാണ് ഇട്ടത്. ഒരു പിന്നെ വയലറ്റ് കളറുള്ളൊരു മുളക്. അതിന്മേൽ ഇതുവരെ കായ ഉണ്ടായിട്ടില്ല. വലിയ മരമായിട്ടുണ്ട് കേട്ടോ. വലിയ മരം എന്ന് പറഞ്ഞാൽ മുളകൊക്കെ അത്ര വലുതാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്നിട്ട് ഇതിന്മേൽ ഇതുവരെ കായ ഉണ്ടായിട്ടില്ല കേട്ടോ. വലിയൊരു പിന്നെ മരം നമ്മളെ ഏകദേശം നമ്മളെ അരൻ്റെ മേലെ വലുപ്പത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. ഇതുവരെ കായ ഉണ്ടായിട്ടില്ല. ഇനി ഈ ഭാഗത്ത് നമ്മൾ പിന്നെ കാന്താരി മുളക് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടിയില്ല, ഇതൊക്കെ കാന്താരി മുളകാണ് ഈ ഭാഗത്തൊക്കെ. പിന്നെ ഇതുപോലും പിന്നെ ഇത് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടിയില്ല, ഇതിലൊക്കെ പൂവ് വിരിയാൻ തുടങ്ങി. ഇതിപ്പോൾ കാന്താരിയാണ്. ഇത് എന്ത് കളറാണെന്ന് അറിയില്ല. നീല തണ്ടിനൊരു നീലമൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ ഏലം കണ്ടില്ലേ, ഏലം ഇതിന് പൂവ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, കായ പിടിക്കണില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഇത് ഇതാകും. ആർക്കെങ്കിലും ഇതിനെ പറ്റി പിന്നെ അത് കായ പിടിക്കാത്തതിൻ്റെ കാരണം എന്താന്ന് പൂവ് തന്നെ വിരിയുന്നില്ല കേട്ടോ. അതിങ്ങനെ കരിഞ്ഞ് പോവാണ്. നമ്മൾ നല്ല നനക്കണമൊക്കെ ഉണ്ട്, എന്നാലും ഇതിമതുവരെ എത്രയും പൂവിൻ്റെ കൊല ഉണ്ടായിട്ട് ഒരു പൂവും ഇതിമ ഉണ്ടായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിമ കണ്ടില്ല, നിറയെ പൂക്കളിങ്ങനെ ഉണ്ട്. മൊട്ടുകളാണ് കേട്ടോ. ഇത് വിരിയണില്ല, ഇങ്ങനെയാണ്ട് കരിഞ്ഞ് ചാടിപ്പോവാണ്. ഒറ്റ പിന്നെ കായ പോലും ഇതിമേലൊന്നും ഉണ്ടാവണില്ല. കണ്ടില്ല, ഇവിടെ ഇതുണ്ട്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ പിന്നെ പൂക്കളാണ്. ഈ ഏലത്തിൻ്റെ പൂക്കളാണിത്. നിറയെ ഇതിൻ്റെ ഇവിടെയൊക്കെ പൂക്കളുണ്ട്. ഒറ്റൊന്നും പിടിക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഇതിൻ്റെ പരിചരണത്തിനെ പറ്റി ഒന്ന് അറിയെങ്കിലൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പറഞ്ഞു തന്നതിന് വളരെ ഉപകാരമായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ച് അപ്പോൾ പറഞ്ഞത് ഇത് നമ്മൾ വെച്ച വർഷം ആയതുകൊണ്ടാണ് പൂവിടാത്തതെന്നാണ്. ഈ മരമല്ല ഈ ഇതൊക്കെ പിന്നെ കുറഞ്ഞൊരു 2 വർഷമാകുമ്പോഴൊക്കെ ഇതിന്മേൽ പൂവുണ്ടെങ്കിലും പൂ പിടിക്കുള്ളൂ എന്നൊക്കെ ഒന്ന് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. ഇതിനെപ്പറ്റി പറഞ്ഞാൽ വളരെ ഒരു ഉപകാരമായിരുന്നു. പിന്നെ അത് കണ്ടില്ലേ, ഇവിടെ അത് കരിമ്പാണ് കേട്ടോ. അത് കരിമ്പ് ഇവിടെ ഇങ്ങനെ ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ കരിമ്പുകളുണ്ട് കേട്ടോ. ഇതൊക്കെ മഞ്ഞ കരിമ്പാണ്. ഈ കരിമ്പ് ഞാൻ ഇതിൻ്റെ ഈ പോളം ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇവിടെ ഒരു കാടായി അതിൽ പാമ്പൊക്കെ വന്ന് കൂടുന്നുള്ളൊരു ഭാഗം കൊണ്ടാണ് നമ്മളത് ഈ പോളമൊക്കെ ഇങ്ങനെ പൊളിച്ച് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ല, അത് ഇങ്ങനെ ഇതിന്മേൽ മുകളിലൊരു പൂവ് വരും കേട്ടോ. അപ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പം അത് കട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല, അതൊരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് അതിങ്ങനെ പൂവ് വരിക. അപ്പോഴാണ് ഈ കരിമ്പിൻ്റെ ആ ഒരു മധുരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞൊരു ചവർപ്പായിട്ട് ഇങ്ങനെ വലിയൊരു മധുരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കണ്ടില്ല ഒരു ചീരമ്മ നല്ല പിന്നെ ഇലകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല വലുപ്പമുള്ളൊരു ചീരയാണ്, പച്ച ചീര. ഇവിടെയൊക്കെ നമ്മൾ ഇഞ്ചിയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. ഇഞ്ചി ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഈ ഭാഗത്തൊക്കെ ഇഞ്ചി പിന്നെ നട്ടതാണ്. ഇഞ്ചി മുളച്ച് പിന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പിന്നെ മഞ്ഞളാണ് കേട്ടോ.